വർഷങ്ങൾക്ക് മുൻപ് കുഞ്ചാക്കോ ബോബനും ജോമോളും തകർത്തഭിനയിച്ച മയിൽപ്പീലിക്കാവ് എന്ന സിനിമ കാണുകയുണ്ടായി. അതിപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ജന്മാന്തരങ്ങളുടെ കഥയായിട്ടാണ് അത് പറയുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ അവർ പ്രണയിതാക്കളായിരുന്നു എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലൂടെയാണ് അത് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു മോഡേൺ കാലത്ത്, അതായത് അന്നത്തെ ഒരു മോഡേൺ കാലത്ത് അവർ പുനർജനിക്കുകയും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ആ ഒരു സ്നേഹത്തിന്റെ ചില ഓർമ്മകൾ അവരിലേക്ക് കടന്നു വരികയും അവരൊന്നിക്കുന്നതായിട്ടും ഒക്കെ അവരുടെ ആ ഒരു എലമെന്റ്സ്, ആ ഒരു കെമിസ്ട്രി ഒക്കെയാണ് ആ സിനിമ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ മുൻജന്മങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ആഫ്റ്റർ ലൈഫ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും തന്നെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ആരും തന്നെ ആഫ്റ്റർ ഡെത്ത് ലൈഫിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് മാരേജ് റിലേഷൻസിൽ PSI അല്ലെങ്കിൽ പാരാസൈക്കോളജിക്കൽ എലമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്താണ് മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഒരു ചെറുക്കനും ഒരു പെണ്ണും തമ്മിൽ ഒന്നിക്കുന്ന ഒരു എഗ്രിമെന്റ് വഴി അവർ ഒന്നിക്കുന്ന ഒരു പ്രോസസ് ആണോ, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻ വഴി അവർ ഒന്നിക്കുന്ന ഒരു പ്രോസസ് ആണോ, വീട്ടുകാർ ഒരുമിച്ച് കൂടി ഒരു ഡിസിഷൻ എടുത്ത് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണോ ഈ മാരേജ് എന്ന് പറയുന്നത്? അപ്പോൾ പല രീതിയിലൂടെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നത്. എന്നിരുന്നാലും അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്. പല ഫാമിലികളും, ഒരു ശരാശരി ഫാമിലിയിൽ എന്ന് പറയുന്നത് എപ്പോഴും അവർ തങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സോഷ്യൽ ആയിട്ടുള്ള ബേസ് ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, ഫാമിലി ട്രഡീഷൻ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ റിലേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് കൂടുതലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളർത്തിക്കൊണ്ടുവരുന്നത്? ഇപ്പൊ മുൻജന്മങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ കൂടി ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്താണ് ഈ റിലേഷൻഷിപ്പിനുള്ളിലെ മാജിക് എന്ന് പറയുന്നത്? ഈ മാജിക് എന്ന് പറയുന്നത് അവരുടെ സഹവാസം തന്നെയാണ്. അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രതിഭാസം തന്നെയാണ് ഈ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഇന്നർ എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡും വൈഫും പരസ്പരം അറിയുന്നു, അവർ പരസ്പരം മനസ്സിലാക്കുന്നു, അവരുടെ വ്യക്തിത്വത്തെ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് അവർ കടന്നു വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് രണ്ട് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എൻറ്റിറ്റീസ് ആണ്. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്നുള്ള ബുക്കിൽ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് പുരുഷന്റെ സൈക്കോളജിയും സ്ത്രീയുടെ സൈക്കോളജിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ചിന്താഗതികളും അവരുടെ ഇമോഷണൽ ആസ്പെക്റ്റും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെയല്ല ഒരു പുരുഷൻ ചിന്തിക്കുന്നത്. പുരുഷൻ എപ്പോഴും തലകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്ത്രീ എപ്പോഴും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്നു. കാരണം സ്ത്രീകൾ കൂടുതൽ ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പെർസെപ്റ്റീവ് ആണ് എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അമ്മയാകാനും ഒരു കുട്ടിക്ക് കൂടുതൽ കെയർ കൊടുക്കാനൊക്കെ അവർക്ക് കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സാധിക്കുന്നത്. അവർ കൂടുതൽ ഇമോഷണലി എക്സ്പ്രസീവ് ആണ് എന്നുള്ള ആ ഒരു വസ്തുത തന്നെയാണ് ഇതിൽ പ്രകടമാകുന്നത്. അപ്പോ എങ്ങനെ ഈ രണ്ട് വ്യക്തികൾ അവർ ഒന്നാകുന്നു, എങ്ങനെ ഇവർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയേണ്ട ഒരു വസ്തുതയല്ലേ. എങ്ങനെയാണ് ഇവർ ഒന്നാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടി ഇവർ രണ്ടുപേരെയും കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഉൾഘടകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പുരുഷൻ വീക്ക് ആകുമ്പോൾ സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യാനും സ്ത്രീ വീക്ക് ആകുമ്പോൾ പുരുഷന് സപ്പോർട്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു മാജിക്കൽ എബിലിറ്റി ദൈവം അല്ലെങ്കിൽ നേച്ചർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഉണ്ടാകുന്ന ഒരു ലോങ് ടൈം ഹാബിച്വേഷൻ വഴിയാണ്. അതായത് കുറെ നാൾ സഹവസിച്ചതിന്റെ
ചില തലങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനും ഓരോരുത്തരുടെ ആ ഒരു ചിന്താരീതികളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോ ഹസ്ബൻഡിനാണെങ്കിൽ വൈഫിന്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, വൈഫിനാണെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്യുന്നു. ഇപ്പോ കാൾ യുങ്ങിന്റെ ഒരു സിൻക്രോണിസിറ്റി തിയറി വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും കോയിൻസിഡൻസ് ആയിട്ട് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് അവർക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം. ഇപ്പോ ഹസ്ബൻഡും വൈഫും അവര് സെപ്പറേറ്റ് ആയിട്ട് 2 സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരേ സമയം ഒരേ ചിന്ത അവരിലേക്ക് കടന്നു വന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാം. ഇതിനും ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു ലോങ് ടൈമിലുള്ള ഒരു ഹാബിച്വേഷൻ വഴിയാണ്. കുറെ നാളത്തേക്ക് മുന്നോട്ട് പോകുന്ന ആ ഒരു സഹവാസം വഴിയാണ് അവർ കൂടുതൽ ഈ ഒരു ചിന്താഗതി അവരിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടെലപ്പതിക് റിലേഷൻ അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് കൂടുതൽ കടന്നു വരുന്നത്. ഇത് അവരിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ മിറർ ന്യൂറോൺസിന്റെ വർക്ക് വഴി, മിറർ ന്യൂറോൺസിന്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു കപ്പാസിറ്റിയാണ് മിറർ ന്യൂറോൺസ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ട പങ്കാളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ആക്ഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മളെ കോൺഷ്യസ്ലി അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ്ലി കൊണ്ടുവരികയും അത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചില തലങ്ങളിലേക്ക് മാരേജിൽ പതി പത്നിമാർ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ മാരേജിൽ ഒരു ചിലപ്പോഴൊക്കെ ഒരു അബ്യൂസീവ് ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരു വേദനിപ്പിക്കുന്ന ഒരു തലം ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വേദനിപ്പിക്കുന്ന തലം പോലും അവർക്ക് ഒരു ഹൈറ്റൻഡ് അവയർനെസ്സിലേക്ക് അവരെ നയിക്കുന്ന ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പ്ലഷർ, അതോടൊപ്പം തന്നെ ഹാപ്പിനെസ്, അതോടൊപ്പം തന്നെ ഹാപ്പിനെസ്സോടുകൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അവയർനെസ്. ഇങ്ങനെ 3 കാര്യങ്ങൾ അവർക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് പ്ലഷർ എന്ന് പറയുന്നത്? ഈ പ്ലഷർ എന്ന് പറയുന്നത് ബോഡിലി ലെവലിൽ സംഭവിക്കുന്ന ഒരു കാര്യവുമാണ്. അതോടൊപ്പം ആ വ്യക്തിയുടെ പ്രസൻസ് വഴിയും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലഷർ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ലെവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഹാപ്പിനെസ്. അതിൽ നിന്നും, പ്ലഷറിൽ നിന്നും അല്ലെങ്കിൽ പരസ്പരമുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരു പരസ്പരമുള്ള കെയറിങ്ങിലൂടെയും ഷെയറിങ്ങിലൂടെയും ഒക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിലൂടെ അവർ കൂടുതൽ യൂണിറ്റിയിലേക്ക്, ഒരു സ്പിരിച്വൽ യൂണിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നമുക്ക് ആത്മീയമെന്നോ അല്ലെങ്കിൽ ഒരു ശരീരത്തെ അതിജീവിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുവാനായിട്ടും കൂടെ ഉള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു സാധ്യതകളെ എല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ ഇത് മുന്നേ അസൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ള ഒരു തോന്നൽ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പാരാസൈക്കോളജിക്കലായിട്ട് എടുക്കാം. എന്നിരുന്നാലും ഈ ഒരു മാരേജ് റിലേഷൻഷിപ്പിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടിയിലൂടെ ഒരു മാരേജ് റിലേഷൻഷിപ്പ് വളരെ അധികം ദൃഢതയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് ഒരു ഫാമിലിക്ക് രൂപം കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് സൈക്കോളജിക്കൽ ആൻഡ് പാരാസൈക്കോളജിക്കൽ എലമെന്റ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് മനുഷ്യനെ കൂടുതൽ വളർത്തുകയും അവരെ വേറെ ഒരു പുരുഷൻ സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് വരുവാനും സാധിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കമന്റ്സ് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.